ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ മനോഹറിനെയും മറിയെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക. ആഹാ മറിയെ, ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. എങ്ങനെ സുന്ദരിയാവാതിരിക്കും? നിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കണ്ടേ? അപ്പം പിന്നെ സുന്ദരിയായല്ലേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതെ, മറ്റന്നാളെ മിന്ന് കെട്ട്. മിന്ന് കെട്ടി നമ്മൾ അമേരിക്കയ്ക്ക് ഒരു പറക്കും അല്ലേ? അതെ, അതങ്ങനെയാണല്ലോ. പിന്നെ മിന്നുകെട്ടൊക്കെ എവിടെ വെച്ച് നടത്തേണ്ടതെന്ന് അറിയാമോ? ഞാനൊരു കുരിശുപള്ളി കണ്ടുവച്ചിട്ടുണ്ട്. ആ കുരിശടിയിൽ പോയി വേണം നമ്മൾ മിന്നുകെട്ടാൻ. അതിനെന്താ, എല്ലാം മറിയയുടെ ഇഷ്ടം പോലെ എന്ന് മനോഹർ പറയാം. പിന്നെ ഞാൻ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. മിന്നുകെട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം റെസ്റ്റ് വിടും. പിന്നീട് അങ്ങോട്ട് 2-3 ദിവസം റിസപ്ഷനൊക്കെ ഉണ്ടാവും കേട്ടോ. അതിനെന്താ, ഞാൻ പറഞ്ഞല്ലോ എല്ലാം മറിയയുടെ ഇഷ്ടമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക. എന്തായാലും എൻ്റെ സ്വപ്നങ്ങളൊക്കെ സഫലമാകാൻ പോവുക. ഞാൻ നിന്നെ ഒരുപാട് ആഗ്രഹിച്ചതാ, ആ ആഗ്രഹം നടക്കാൻ പോവുക മനോഹർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറിയ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രൂപയെയും CS-നെയും പിന്നെ കല്യാണിയെയും കിരണിനെയും ഒക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും നമ്മളൊന്ന് പേടിച്ചേ പറ്റൂ. രാഹുലിന് ഇന്നും ജാമ്യം കിട്ടിയില്ല. ഇന്നവൻ വീണ്ടും ജയിലിലേക്ക് പോയി, സെൻട്രൽ ജയിലിലേക്ക്. അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിച്ചേ പറ്റൂ. അവൻ അവിടെ 2 പേര് വേറെ കൂട്ടുണ്ട്, ഗംഗാപ്രസാദും പിന്നെ വിക്രമും. അതുകൊണ്ട് തന്നെ 2 എണ്ണം കൂടെ ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് 3 എണ്ണം കൂടെ ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അവരുടെ 3 പേരുടെയും ഗൂഢാലോചന എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾ അവിടെയുള്ള വാർഡന്മാരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വാർഡന്മാരതൊന്നും കേൾക്കുമെന്നറിയില്ല. എന്നാലും നമ്മൾ ഒന്ന് സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ അത് വേറെ വല്ല പ്രശ്നത്തിൽ കൊണ്ടുവന്ന് എത്തിക്കും. എന്തൊക്കെയായാലും അവൻ ജയിലിൽ കിടക്കേണ്ടവൻ തന്നെയാണ്. ആ രാഹുൽ എന്തുമാത്രം സ്നേഹിച്ചതമ്മ അയാളെ. എന്നിട്ടും അയാളുടെ ഓരോരോ കാട്ടായങ്ങൾ കണ്ടില്ലേ? അതുകൊണ്ടല്ലേ മോളെ ഇപ്പം അനുഭവിക്കുന്നത്. അവൻ മാത്രമല്ലല്ലോ, അവൻ്റെ മോളും ഭാര്യയും ഒക്കെ തകർന്നില്ലേ? അവരുടെ ജീവിതം തന്നെ തകർന്നില്ലേ? എല്ലാം കൊണ്ടും നമ്മളോട് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ദൈവം അവർക്ക് കൊടുക്കുന്നത്. അതവർക്ക് വഴിയെ മനസ്സിലായിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുക. ഈ സമയം CS എന്തായാലും ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് മോളും മോനുമാണ്. കാരണം ഗംഗാപ്രസാദ് ഏതൊക്കെ വഴി പണി തരുമെന്ന് പറയാൻ പറ്റില്ല. അത് ശരിയാച്ചാ, ഗംഗാപ്രസാദ് എപ്പോൾ വേണേലും പുറത്തിറങ്ങാമെന്നാ ചേച്ചി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സൂക്ഷിക്കണം. പിന്നെ പ്രകാശനെ ഇനിയിപ്പോൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രകാശൻ വെറൊരു പാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അത് കേട്ടതും നമ്മുടെ കല്യാണി അച്ഛനെ, വിക്രത്തിൻ്റെ അച്ഛനെ ഇപ്പോൾ സംശയിക്കാനൊന്നും പറ്റില്ല, പക്ഷേ അയാളെ ഇത്തിരി സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണും CS-ഉം ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഓരോരോ കാര്യങ്ങളും. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കല്യാണിയുടെ മോളെ, അവൻ ജയിലിൽ പോയെങ്കിലും സരയു പുറത്തുണ്ട്. സരയുവിന് നിങ്ങളൊക്കെ സൂക്ഷിക്കണം കേട്ടല്ലോ. കൂടുതൽ അവൾ ടാർഗറ്റ് ചെയ്യുന്നത് നിന്നെയായിരിക്കും. അവളുടെ ജീവിതം തകർന്നതുകൊണ്ട് അവൾ നിന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടക്കുക. അതുകൊണ്ട് നീ സൂക്ഷിക്കണം മോളെ. ഞാൻ സൂക്ഷിച്ചോളാച്ചാ. എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല. പിന്നെ എനിക്ക് പേടി നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാ. അതെന്തിനാ അങ്ങനെ പേടിക്കുന്നേ? ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അവൾ എന്നെയോ ചന്ദ്രേട്ടനെയോ ഒന്നും ചെയ്യില്ല. ചെയ്യുന്നത് നിന്നെയായിരിക്കും. കാരണം അവൾക്ക് ദേഷ്യം കൂടുതൽ നിന്നോടാ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ വന്നതുകൊണ്ടാണല്ലോ കിരണിനെ അവൾക്ക് കിട്ടാതെ പോയത്. അതുകൊണ്ട് നീ സൂക്ഷിക്കണം കല്യാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി ഉപദേശിക്കുക. ഈ സമയം കല്യാണി അതൊക്കെ കേട്ട് പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജയിലിലാണ്. ജയിലിൽ ഗംഗാപ്രസാദും വിക്രമും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഗംഗേട്ടാ, ഒരു സത്യം പറയട്ടെ, ഗംഗേട്ടൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചതുകൊണ്ടായിരിക്കാം ഇവിടുത്തെ വാർഡനും മറ്റുള്ളവർക്കൊക്കെ ഗംഗേട്ടനോട് ഭയങ്കര സ്നേഹവും ബഹുമാനവും. അവർക്കും ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോടാ. അവർ പേടിച്ചിട്ടാടാ എന്നോട് ബഹുമാനം കാണിക്കുന്നേ. എത്ര പേരെ കൊന്നിട്ടുള്ള കൈകളാണിതെന്ന് അവർക്ക് അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ജയിലിലും എല്ലാവരും സപ്പോർട്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എടാ ഗംഗേ എന്നും പറഞ്ഞ ഒരാൾ ആ ശബ്ദം കേട്ടതും എവിടെയോ കേട്ട് നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ എന്നോർത്ത് ഗംഗാപ്രസാദും വിക്രമും തിരിഞ്ഞു നോക്കിയപ്പോൾ അത് രാഹുലായിരുന്നു. അങ്കിളെന്താ ഇവിടെ? അതൊക്കെ ഞാൻ പറയാടാ. പിന്നെ എന്തായാലും ഞാനിങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിച്ചതാ. പക്ഷേ ആഗ്രഹിച്ച കാര്യം നടന്നില്ല. എന്നാ വരണമെന്ന് ആഗ്രഹിച്ചത് നടന്നു. എന്താ അങ്കിളെ, എന്താ ഉണ്ടായത്? എന്തിനാ അങ്കിളെ അറസ്റ്റ് ചെയ്തത്? കിരണിൻ്റെയും കല്യാണിയുടെയും കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിട്ടതിനാണോ? അതിനല്ല. ഇപ്പം എന്നെ അറസ്റ്റ് ചെയ്തത് ഞാൻ കിരണിൻ്റെ അച്ഛനും അമ്മയും കൊല്ലാനായിട്ട്
അവരുടെ വീട്ടിൽ ഒളിഞ്ഞിരുന്നു. എല്ലാ ലക്ഷ്യങ്ങളും കറക്റ്റായിരുന്നു. അവസാനം ഞാൻ നിറയൊഴിക്കേണ്ട സമയത്തായിരുന്നു എല്ലാം തകർത്തുകൊണ്ട് ആ കിരൺ അവിടെ നിന്നത്. അവനെൻ്റെ പ്ലാനുകളുടെ ദിശ തിരിച്ചു വിട്ടു. അതുകൊണ്ട് പ്ലാനുകളൊന്നും നടത്താൻ പറ്റിയില്ല ഗംഗെ. എന്താ സംഭവിച്ചത്? എന്ത് ചെയ്യാനാ? എല്ലാം കൃത്യമായിരുന്നേ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും പ്ലാൻ ചെയ്ത് അവരുടെ വീട്ടിൽ പോയി എന്നിട്ട് ഒളിച്ചിരുന്നിട്ട് അവനെ കൊല്ലാനായിരുന്നു എൻ്റെ തീരുമാനം. ആ ചന്ദ്രസേനനെയും പിന്നെ രൂപയെയും കൊന്നതിന് ശേഷം ജയിലിലേക്ക് വരാമെന്ന് വിചാരിച്ചു. എന്നാ അവസാനം എൻ്റെ എല്ലാ പ്ലാനുകളും തകർത്തു ആ കിരൺ. അല്ലെങ്കിലും അവനെ തോൽപ്പിക്കാൻ പറ്റില്ല അങ്കളെ. കാരണം അവനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് കരുതിയാ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ അവനെന്നെ അടിച്ചു തകർത്തില്ലേ. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് അവനെ അത്ര പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന്. കാരണം അവനെ പഠിച്ച പണി 18 പയറ്റി ജയിച്ചവനാ. അതുകൊണ്ട് അവനെ നമ്മളൊന്ന് സൂക്ഷിക്കണം. അവനൊക്കെ ഭയങ്കര സ്ട്രോങ് ബോഡിയാണ്. നമ്മളവനെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഉപദേശിക്കുക. ഇത് കേട്ടതും എന്നിട്ട് അങ്കിൾ അവിടെ ഇരിക്കുന്ന കാര്യം കിരൺ എങ്ങനെ അറിഞ്ഞത്? അത് പിന്നെ ഒന്നും പറയണ്ട. ഞാൻ ഒരുത്തനെ ഏറ്റവും കൂടുതൽ അങ്ങ് വിശ്വസിച്ചു. ആരെ അങ്കളെ എന്ന് വിക്രം ചോദിക്കുക. പറയാം, അവനെ വിശ്വസിച്ച് പാവമാണെന്ന് കരുതി അവനെ എൻ്റെ കൂടെ ഞാൻ നിർത്തി. അവസാനം ഞാൻ അവന് പോരുന്ന സമയത്ത് കയ്യിൽ ചെലവിനുള്ള കാശും കൊടുത്തിട്ടാണ് വന്നത്. എന്നാലും കുടം കമത്തി വെള്ളം ഒഴിക്കുന്ന പോലെ അവസാനം അവൻ എന്നെ അങ്ങോട്ട് ഒറ്റ കൊടുത്തു. എൻ്റെ അനന്തരവന് ആരാ അത് ചെയ്തത്? വേറെ ആര്? എൻ്റെ അച്ഛൻ തന്നെ. അച്ഛനോ? ഒരിക്കലും ഇല്ല അങ്ങളെ. അച്ഛൻ അവരോടൊപ്പം നിൽക്കില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. എടാ എന്നാ ഇവിടെ നിന്നു. നിൻ്റെ അച്ഛനെ അവരോടൊപ്പം ഇപ്പോൾ നിൻ്റെ അമ്മ മാറിയതുപോലെ, നിൻ്റെ അമ്മമ്മ മാറിയതുപോലെ തന്നെ നിൻ്റെ അച്ഛനും മാറിയെന്നൊരു സംശയം ഞങ്ങൾക്കില്ലാതില്ല. എന്നാൽ അത് അച്ഛൻ്റെ അടവായിരിക്കും. എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും എൻ്റെ അച്ഛൻ ചെയ്യില്ല. എൻ്റെ അച്ഛൻ എന്നെ സന്തോഷിപ്പിക്കാനേ നോക്കൂ. അതുകൊണ്ട് ഇത് ചെയ്തത് എൻ്റെ അച്ഛൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. അങ്കളുടെ ലക്ഷ്യങ്ങൾ തകർത്തുകൊണ്ട് അവരോടുള്ള വിശ്വാസം പിടിച്ചുപറ്റി അവരെ സ്നേഹിക്കുന്ന ഒരാളാണ്. അവരെ എന്ത് വില കൊടുത്തും രക്ഷിക്കുമെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തതായിരിക്കും. അല്ലാതെ ഒരിക്കലും എൻ്റെ അച്ഛൻ അങ്കളെ ചതിച്ചതല്ല എന്നൊക്കെ വിക്രം പറയാം. എന്നാലും അത് കണ്ണോടച്ചങ്ങ് വിശ്വസിക്കേണ്ട. നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കരുത്. അങ്ങനെ നിന്നാൽ അയാൾ നിന്നെ ഒറ്റിക്കൊടുക്കും. അതുകൊണ്ട് സൂക്ഷിച്ചോ. ഒരിക്കലും ഇല്ലങ്ങളെ. അച്ഛൻ എന്നെ സ്നേഹിച്ചതേ ഒരുപാട് വില കൊടുത്ത. അങ്ങനെയുള്ളപ്പോൾ ആ അച്ഛൻ എന്നെ വെറുക്കാനോ ഒന്നും കഴിയില്ല. എല്ലാം കൊണ്ടും ഇത് അച്ഛൻ്റെ അഭിനയമാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മളൊന്ന് സൂക്ഷിക്കണം. വിക്രമ, അടുത്ത പരോളിന് ഇറങ്ങാൻ പോകുന്നത് നീയാ. അതുകൊണ്ട് നീ വേണം നിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ അറിയാൻ. എൻ്റെ അച്ഛൻ ഇപ്പം അഭിനയിക്കുകയാണോ ഇല്ലെങ്കിൽ സത്യമായിട്ട് അയാൾ മാറിയോ എന്നൊക്കെ അറിയണം. അങ്ങനെ അയാൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് ചെന്നെത്തും. കേട്ടല്ലോ? ശരി ഗംഗേട്ട. എന്തായാലും നമ്മളിനി പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് വേണം തിരിച്ചു വരാൻ. ഈ ജയിലിൽ ചാടാൻ ഞാൻ ആഗ്രഹിച്ച് നടക്കുക. അങ്കിളിനറിയോ ഈ ജയിലിൽ ചാടാൻ ഞങ്ങൾക്ക് പറ്റാത്തതുകൊണ്ടാണെന്നറിയാമോ? കിരണ്ണും കല്യാണിക്ക് സ്വാധീനമുള്ളതുകൊണ്ടായിരിക്കാം. ഈ ജയിലിലുള്ള വാർഡന്മാരൊക്കെ ഞങ്ങളെ ഏത് നേരം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ എങ്ങോട്ട് നീങ്ങിയാലും ഞങ്ങളെ തിരിയാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ ചുറ്റും നിൽക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഒരു പിടിയും കിട്ടുന്നില്ല. എങ്ങനെയായാലും എല്ലാം തകർത്ത് നമ്മൾ അവിടെ കളത്തിലിറങ്ങണം. കളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ ഗോളടിച്ചിട്ടേ പിന്നെ തിരിച്ച് കയറാവൂ. തൂക്കുകയറ് കിട്ടിയാലും ആ 4 എണ്ണത്തിനെയും തീർക്കണം. എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദും ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഈ സമയം രാഹുലും അതേ മോനെ, കളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ ഗോളടിച്ചിട്ടേ പിന്നെ തിരിച്ച് കയറാവൂ എന്നും പറഞ്ഞുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുൽ ആലോചിക്കുന്നതാണ്. കല്യാണി, കിരൺ, കാർത്തിക, ലക്ഷ്മി അങ്ങനെ ഓരോരുത്തരായിട്ട് തീരണം. എല്ലാവരും തീർന്നു കഴിയുമ്പോൾ രൂപയെയും ചന്ദ്രസേനനെയും കൊല്ലണം. ഓരോരുത്തരായിട്ട് കൊന്ന് അവരുടെ ജീവിതം അവസാനിപ്പിക്കണം. എല്ലാം കൊണ്ടും സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന അവരെ ഞാൻ തീർക്കും. അതുവരെ അവരൊന്ന് സന്തോഷിക്കട്ടെ. ഞാൻ ജയിലിൽ കിടക്കുവാണെന്ന് കരുതി അവർ സന്തോഷിച്ചോട്ടെ. ആ സന്തോഷം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണം. എല്ലാത്തിനെയും തകർത്തിട്ട് വേണം സന്തോഷത്തോടെ ജയിലിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് കല്യാണിയാണ്. കല്യാണി ലാപ്ടോപ്പൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ദീപ വരിക. മോളെ, കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ടമ്മേ. അല്ല മോളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഗംഗാപ്രസാദും വിക്രമും ഒക്കെ ജയിലിൽ ആടിയ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? നമ്മൾ സൂക്ഷിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളവരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലമ്മേ. കാരണം നമ്മളത്ര പേടിച്ച് നിന്നാൽ അവർക്കും ആ ഒരു അവസരം കിട്ടിയ പോലെയോ. അതുകൊണ്ട് നമ്മൾ പേടിയില്ലാതെ നിന്നാൽ
അവരൊന്ന് പേടിക്കും. അത് കേട്ടതും കല്യാണി ദീപ അതൊക്കെ ശരി തന്നെയാണ് മോളെ, പക്ഷെ എന്നാലും വിക്രത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് ടെൻഷൻ. അവനാണെങ്കിൽ വല്ലാത്തൊരു ക്രിമിനലായിപ്പോയി. എൻ്റെ വയറ്റിൽ തന്നെയാണല്ലോ അവൻ വന്ന് പിറന്നേന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും പേടിയാ മോളെ, പേടി. എന്ത് ചെയ്യാനാ അമ്മേ, അവൻ വന്ന അമ്മയുടെ വയറ്റിൽ ജനിച്ചതിൽ എനിക്കും നല്ല വിഷമമുണ്ട്. പക്ഷേ നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. കുഞ്ഞുനാൾ മുതലേ അവൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരുന്ന അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ. അയാളാണ് അവൻ എന്ത് ചെയ്താലും തെറ്റ് ചെയ്താലും അവനെ സപ്പോർട്ട് ചെയ്തിരുന്നത്. അയാളിപ്പോൾ അനുഭവിച്ചു. പക്ഷെ അയാൾ മാറി. എന്നാൽ കിരണേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് അമ്മേ എൻ്റെ ഭാഗ്യം. ആ ഒരു ബന്ധം ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് സമാധാനത്തോടെ ജീവിക്കുന്നത്, അല്ലേ അമ്മേ? അതേ മോളെ, കിരൺ മോനെ പോലെ ഒരു മോനെ കിട്ടിയത് എനിക്ക് സന്തോഷമാണ്. മോനില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴും നീ തൊഴുത്തിൽ തന്നെയായിരിക്കും ജീവിക്കേണ്ടി വരുന്നത്. വല്ല രാജപ്പൻ്റെ കൂടെയോ നിന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് നിന്നെ അവർ ഇതാക്കി തന്നെയായിരുന്നു എന്നൊക്കെ പറയാം. അതൊക്കെ ശരിയാ. അപ്പോഴേക്കും കിരൺ വരിക. അതേ, ഒരു കാര്യം അറിഞ്ഞോ, അധികം വൈകാതെ ഒരാൾ ജയിലിൽ നിന്ന് ഇറങ്ങും പരോളിന്. അത് കേട്ടതും അതാരാ കിരണേട്ടാ? വേറെ ആര്, അമ്മയുടെ മോൻ തന്നെ, അമ്മയുടെ അസുര വിത്ത്. അത് കേട്ടതും ഈശ്വര, അവനെ ആരെങ്കിലും ഒന്ന് കൊന്നിരുന്നെങ്കിലോ എന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അത് കേട്ടതും കൊല്ലും അമ്മേ, അവനെ കൊല്ലും. ഒന്നെങ്കിൽ ഞാൻ കൊല്ലും, ഇല്ലെങ്കിൽ പ്രകാശൻ തന്നെ കൊല്ലും. പ്രകാശൻ്റെ മാറ്റം സത്യസന്ധവും ആത്മാർത്ഥമുള്ളതുമാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾ അവനെ തീർത്തിരിക്കും. അത് കേട്ടതും അതൊരിക്കലും നടക്കില്ല മോനെ. കാരണം അയാൾ അവനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ്, ഉള്ളം കയ്യിലാണ് അയാൾ അവനെ കൊണ്ടു നടന്നത്. അതൊക്കെ അയാളുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞൊന്നുമില്ല. ഇപ്പോഴും അയാളുടെ മാറ്റം സത്യമാണോ എന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതെ, അതും ശരിയാണ്. അവനിപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ലക്ഷ്യമിട്ടുകൊണ്ടാണെങ്കിലോ? അതെ, അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ പേടിച്ച് നടക്കുന്നത്. എനിക്ക് നല്ല പേടിയുണ്ട്, എന്ത് ചെയ്യണമെന്നറിയില്ല. ആകെ മൊത്തത്തിൽ മനസ്സിനെ പേടിപ്പിക്കുക എൻ്റെ ജീവിതം. എന്തായാലും എൻ്റെ മോനെന്ന് പറയുന്നവൻ ഒരിക്കലെങ്കിലും മരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് എത്രയും പെട്ടെന്നായ അത്രയും നല്ലത് മോനെ. ജയിലിൽ നിന്ന് അവൻ ഇറങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ ഇഷ്ടം പോലെ തീയായിരിക്കും. മക്കളെ, നിങ്ങളെ കൊല്ലാനായിരിക്കും അവൻ ആദ്യം ലക്ഷ്യമിടുന്നത്. ഞങ്ങൾക്ക് അവനെ പേടിയൊന്നുമില്ലമ്മേ. അമ്മ ധൈര്യമായിട്ടിരിക്കെ, അങ്ങനെയൊന്നും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല. അവനെപ്പോലുള്ളവനെയൊക്കെ തീർക്കാൻ എൻ്റെ ഈ കൈ തന്നെ മതി. പക്ഷെ ഞാനത് ചെയ്യാത്തത് ഇവളെയും അമ്മയെയും കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ്. ഇല്ല മോനെ, ഇനി ഞങ്ങൾക്കൊരു സഹതാപോ സെൻറ്റിമെൻറ്റോ അവനോടില്ല. അങ്ങനെയുള്ളപ്പോൾ അവനെപ്പോലുള്ളൊരുത്തൻ തീർന്നാലും എനിക്ക് കുഴപ്പമില്ല. ജീവിച്ചിരിക്കുമ്പോഴേ കരച്ചില്ല. അങ്ങനെയുള്ളപ്പോൾ മരിച്ചു കഴിഞ്ഞൊരിത്തിരി കരയൊന്നല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീടൊന്നും തോന്നില്ലല്ലോ. സമാധാനത്തോടെ ജീവിക്കാം. എല്ലാം കൊണ്ടും സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വിക്രം, ഗംഗാപ്രസാദ്, രാഹുൽ, സരയു ഇവരൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പിന്നെ സമാധാനവും. അങ്ങനെ ഒറ്റയടിക്ക് നമ്മളെ സന്തോഷിപ്പിക്കില്ലല്ലോ അമ്മേ ദൈവം. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, ആ സമയം അങ്ങ് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് കല്യാണിയും കിരണും ഉപദേശിക്കും. അതേസമയം CS-നെയും രൂപയെയും കല്യാണിയെയും കിരണിനെയാണ് കാണിക്കുന്ന. അവർ രണ്ടുപേരും അവിടെ എത്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവൻ ജയിലിൽ നിന്ന് പരോളിന് ഇറങ്ങുമെന്നുള്ള കാര്യം വാർഡൻ എന്നെയും വിളിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ ഗംഗാപ്രസാദും ആ രാഹുലൊക്കെ ഒരുമിച്ചാണല്ലോ. അതുകൊണ്ട് അവരെല്ലാവരും മനസ്സിൽ ഓരോന്ന് ഇട്ടുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നത്. എന്തുകൊണ്ടും അവൻ്റെ അച്ഛനോടൊപ്പമാണ് വന്നു കഴിഞ്ഞ് അവൻ ജീവിക്കുന്നെങ്കിൽ നമുക്കവനെ സംശയിക്കണം മോളെ എന്നൊക്കെ CS-ഉം പറയാം. അല്ല, നമ്മളങ്ങനെ അച്ഛനെ അവിശ്വസിക്കണ്ട. കാരണം വിക്രത്തിൻ്റെ അച്ഛൻ അന്ന് രാഹുലിൻ്റെ കൂടെ താമസിച്ചപ്പോൾ നമ്മൾ വിക്രത്തിൻ്റെ അച്ഛനെ സംശയിച്ചു. എന്നാൽ അവസാനം വിക്രത്തിൻ്റെ അച്ഛൻ എല്ലാം കാണിച്ചു തന്നുകൊണ്ടല്ലേ അച്ഛനും അമ്മയും രക്ഷപ്പെട്ടത്. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനും കിരണേട്ടനൊക്കെ കരയേണ്ടി വന്നായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയും ജീവനില്ലാത്ത ശരീരത്തിൻ്റെ അടുത്തിരുന്ന്. അതുകൊണ്ട് അയാളെ അത്രയ്ക്കങ്ങ് അവിശ്വസിക്കണോ അച്ഛാ? അത് കേട്ടതും മോളെ, സത്യസന്ധമായിട്ടാണ് അവൻ ചെയ്തതെങ്കിൽ അവൻ്റെ മോൻ വന്നാലും അവൻ ഒരുമിച്ച് നിൽക്കില്ല. പിന്നെ അത് മാത്രമല്ല, അവൻ്റെ മോൻ പരോളിന് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവനോടൊപ്പം ജീവിക്കുകയാണെങ്കിൽ നമുക്കവനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതല്ല, അവനെ കൊല്ലുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനെ വിശ്വസിക്കാം, അവനെ അംഗീകരിക്കാം. മകനെ ഇത്രയും വളർത്തി വഷളാക്കിയ അയാൾ ജയിലിൽ പോയി കിടക്കട്ടെ അവനെ കൊന്നിട്ട്. അങ്ങനെയാണെങ്കിൽ അവനെ നമുക്ക് വിശ്വസിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. എനിക്കതിലൊരു പരാതിയുമില്ല. പക്ഷേ അവൻ്റെ ഇപ്പോഴത്തെ ഈ മാറ്റവും പെരുമാറ്റവും ഒക്കെ സത്യസന്ധമാണോ എന്ന് എനിക്ക് മനസ്സിലാകണം മോനെ, എന്നാലേ കാര്യങ്ങൾ നടക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് CS ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ രൂപ, ചന്ദ്രേട്ട, അങ്ങനെ സ്വന്തം മോനെ കൊന്നിട്ട് അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ പുറത്തിറങ്ങിയ വിക്രത്തോടൊപ്പം അവൻ ജീവിക്കരുത്. അങ്ങനെ ജീവിച്ചാൽ എനിക്ക് സംശയവും. കാരണം അങ്ങനെ അവൻ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഈ ജീവിതം ഒരു ഇത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാവും. അവൻ്റെ മോളെയും മരുമോനെയും പെൺമക്കളെയൊക്കെ കൊന്ന് അവൻ്റെ മോനെ സന്തോഷിപ്പിക്കാനാണ് പ്രകാശൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യില്ല ഞാൻ. അച്ഛാ,
അങ്ങനെ പറയണ്ട അച്ഛാ. എത്രയൊക്കെ ആയാലും വിക്രത്തിൻ്റെ അച്ഛൻ ചിലപ്പോൾ അമ്മുമ്മയെ പോലെ മാറിയാലോ. അങ്ങനെ മാറിയാൽ നമുക്ക് അദ്ദേഹത്തെ അംഗീകരിച്ചൂടെ? ആ, അതുറപ്പാ. പിന്നെ അയാൾ കാരണമാണ് അച്ഛനും അമ്മയും നിന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് മറക്കാൻ പറ്റില്ല അച്ഛാ. അത് ശരിയാണ്. അതുകൊണ്ട് അവനെ വെറുക്കണമെന്നൊന്നും ഞാൻ പറയില്ല. അവനോട് കാണുമ്പോഴൊക്കെ സംസാരിച്ചോ, മാറിക്കളയണ്ട. പക്ഷേ അവൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല, അത്രയേ ഞാൻ പറയൂ എന്നും CS പറയുന്നത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കല്യാണി. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.